റൂമില്ലേ? സ്ഥലം ഇവിടെ തന്നെ പോകാൻ കൂട്ടാണ്. അതിനപ്പുറം ചാർജ് ചെയ്തത് ഇവരെനിക്ക് 1 മണിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നെഗറ്റീവായിട്ട് പറഞ്ഞത്. നിങ്ങൾ അപ്പുറത്ത് AC റൂമുണ്ട് ചൂണ്ടിക്കാണിച്ചിട്ട്, അവിടെ നല്ലൊരു റൂമാണ്, അവിടെ പോയി എടുത്തോളാം. നല്ല ടോപ്പായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഓബൈ താമരയാണ്. അപ്പം ഡീലക്സ് ആണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് ലുലുമാണ് കേട്ടോ. Hey guys, അപ്പോ ഇന്ന് ഒരു വെറൈറ്റി ചലഞ്ച് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് എന്നൊക്കെ പറയാം സുഹൃത്തുക്കളെ. 1 സ്റ്റാർ വിസിസ് 5 സ്റ്റാർ ഇല്ലേ? നമ്മുടെ ഫസ്റ്റ് ടൈം ആണ് ഇത് ചെയ്യുന്നത്. 1 സ്റ്റാർ എന്ന് പറയുമ്പോൾ നോർമൽ ലോഡ്ജ് ഒക്കെ ഒരു 1 സ്റ്റാർ കാറ്റഗറി വരുമല്ലോ. ഓക്കെ, അപ്പം ഇതൊന്നിനെ നമ്മൾ പുകഴ്ത്തി പറയൂ അല്ലെങ്കിൽ താഴ്ത്തി കിട്ടും അങ്ങനെയൊന്നും അല്ല. ഇത് ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് പർപ്പസ് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റൽ ആ ഒരു രീതിയിൽ മാത്രം ഈ വീഡിയോ എടുക്കുക. അപ്പോൾ നമ്മളിന്ന് 2 ആ ഒരു ഫീലിൽ നമ്മളിന്ന് താമസിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു 1 സ്റ്റാർ എങ്ങനെയാണ്, ഒരു 5 സ്റ്റാർ എങ്ങനെയാണ്. 1 സ്റ്റാർ എന്ന് പറയുമ്പോൾ നോർമലി നമുക്ക് എത്ര രൂപ കിട്ടുക വരുമായിരിക്കും അല്ലേ? ഒരു 500 താഴെ പ്രതീക്ഷിക്കുന്നു. പക്ഷെ 500 താഴേക്ക് ഇപ്പൊ ലോഡ്ജ് തന്നെ 500 താഴെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ കിട്ടുമോ? ഞാൻ ഈ രണ്ടിടത്ത് താമസിച്ചിട്ടുണ്ട്, ലോഡ്ജ് താമസിച്ചിട്ടുണ്ട്. നിനക്ക് ഡെലിവറി ടൈമിൽ ഞാനും അച്ഛനും ലോഡ്ജിലാണ് താമസിച്ചത്. അന്ന് 400 രൂപ 500 രൂപ എങ്ങാണ്ടേ ഉള്ളായിരുന്നു. മറ്റോ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കാണുമ്പോൾ ഒരുത്തം വരുമല്ലോ, അവ ഈ സൈഡിൽ നിൽപ്പുണ്ട്. ഇങ്ങോട്ടൊന്നും ആയില്ലേ? അപ്പൊ ഗൈസ്, അപ്പൊ എന്തായാലും ഞാൻ 5 സ്റ്റാറിൽ ലൈഫിൽ ആദ്യമായിട്ടാണ് താമസിക്കാൻ വേണ്ടി. 5 സ്റ്റാറിൽ ഞാൻ ഇതുവരെയായിട്ട് താമസിച്ചിട്ടില്ല. കാരണം ഒരു ദിവസത്തേക്കൊക്കെ നമുക്ക് അത്രയും രൂപ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ഒരു 5 സ്റ്റാറിന്റെ ബേസിക് റൂം കാറ്റഗറി റേറ്റ് എങ്ങനെ പോയാലും ഒരു 7,000 to 8,000 രൂപ സ്റ്റാർട്ടിങ് ആവും. അങ്ങോട്ട് മേലോട്ട് 1 ലക്ഷം രൂപ വരെയുള്ള റൂംസ് ഉണ്ട്. അങ്ങനെയൊന്നും കിടന്ന എനിക്ക് ഉറക്കം വരാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നേ വരെ 5 സ്റ്റാറിൽ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് 5 സ്റ്റാറിൽ താമസിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഐ ആം എക്സൈറ്റഡ് ഗൈസ്. 1 സ്റ്റാർ 5 സ്റ്റാർ, ഇവിടുത്തെ ഫെസിലിറ്റീസ്, അവിടുത്തെ പിന്നെ ബെഡ്, അവിടുത്തെ ടോയ്ലറ്റ്സ്, അതൊക്കെ എങ്ങനായിരിക്കും ഒരു ലോഡ്ജില്. ഫുഡ് ഉണ്ടെങ്കിൽ ലോഡ്ജിൽ എല്ലായിടത്തും ഫുഡൊന്നും കാണത്തില്ലല്ലോ. അപ്പൊ നമ്മള് ഉള്ളത് എന്താണ് നമ്മളത് എക്സ്പ്ലോർ ചെയ്യും. അപ്പം ലെറ്റ്സ് ഗോ ടു അവർ ന്യൂ ചലഞ്ച് ഗൈസ്. നമുക്ക് തുടങ്ങാൻ പോകും. അതെ, ലോഡ്ജ് വിസിസ് അല്ലെങ്കിൽ 1 സ്റ്റാർ വിസിസ് 5 സ്റ്റാർ. ഗൈസ്, ഞാനും അമ്പൂട്ടനും ഇപ്പോൾ നിൽക്കുന്നത് 1 സ്റ്റാർ. നമ്മൾ സ്റ്റാർ ആണ്, 1 സ്റ്റാർ. ബൈ ദ ബൈ, വളരെ ഒരു ചെറിയ റൂം എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടി ഇനി ചെറുതാക്കാൻ പറ്റത്തില്ല റൂം. നമുക്കൊന്ന് ശ്വാസം വിടാനുള്ള സ്ഥലമില്ലാത്ത ഒരു റൂം. സോ ബെഡ് അത്യാവശ്യം വലിയ ബെഡാണ്. ഇതാണ് ബെഡ്. 1 സ്റ്റാർ. ഇത് ഞാൻ ഇവിടുത്തെ പ്രൈസ് ആദ്യം പറയാം. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ദിവസത്തേക്ക് വേണ്ട, കാരണം നമ്മളിപ്പം ചെക്കൗട്ട് ചെയ്യും. 1 മണിക്കൂറത്തേക്ക് ജസ്റ്റ് നമുക്കൊന്ന് ഫ്രഷ് ആയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ 1 മണിക്കൂറത്തേക്ക് പുള്ളിക്കാരൻ ചാർജ് ചെയ്ത് 500 രൂപയാണ് ചാർജ്. അത് എനിക്ക് ഓവർ. 1 മണിക്കൂറത്തേക്കാന്ന് ആലോചിക്കണം. അത് 5 സ്റ്റാർ ഇല്ലല്ലോടാ. 1 മണിക്കൂറിന് 500 എന്റെ 500 രൂപ വാങ്ങി. അപ്പൊ ഒരു ദിവസത്തേക്ക് അപ്പൊ എങ്ങനെ ആയിരിക്കും? ഇവിടെ 1,500 ആയിരിക്കും. 1,500 ഉണ്ടാക്കൂല്ലേ? ഒരു ദിവസത്തേക്ക് 500 രൂപയ്ക്ക് പോലും ഈ റൂം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ബെഡ്ഷീറ്റ് ഒക്കെ കീറിയ ബെഡ്ഷീറ്റ് ആണ്. ഇത് എത്ര നാൾ ആരൊക്കെ യൂസ് ചെയ്ത് കഴുകിയിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. മേ ബി കഴുകിയിട്ടുണ്ടായിരിക്കും. കീറിയ ഒരു ബെഡ്ഷീറ്റ് ആണ്. കൊതുക് നല്ല ഉണ്ട്, അതുകൊണ്ട് ഒരു നെറ്റ് ഉണ്ട് എന്തായാലും. കൊതുക് മാത്രമല്ല, ഇതിനകത്തൊക്കെ അഴുക്ക് നോക്കി. പിന്നെ ഫ്ലോറ് നോക്ക്, ഇതുണ്ടോ ഫ്ലോറ് ഫുൾ അഴുക്കാണ്. അവിടെയൊക്കെ മൊത്തം അഴുക്ക. ക്ലീനിങ് എന്ന് പറഞ്ഞൊരു സാധനം ചെയ്തിട്ടില്ല. ഇങ്ങോട്ടും എല്ലാം അത് കണക്ക് തന്നെ. ഇവിടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു കസേര ഇട്ടിട്ടുണ്ട്. പിന്നെ സ്വിച്ച് ബോർഡിന്റെ ഒക്കെ അവസ്ഥ ദയനീയമാണ്. അതാണ്ട് സ്വിച്ച് ബോർഡൊക്കെ എല്ലാം അഴുക്കാണ്. അതുപോലെ ഫാനിന്റെ സ്വിച്ചൊക്കെ എല്ലാം ഇളവിയൊക്കെ കിടക്കുക. അത് ഈ തൊട്ട എർത്തടിക്കുമെന്ന് തമ്പുരാൻ അറിയാം. പിന്നെ അവിടെ ഡ്രസ്സ് ഇടാൻ വേണ്ടി ഒരു സാധനം വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം, സാധാരണ നമ്മൾ റൂമിൽ വെള്ളം എടുക്കുമ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ തരത്തില്ലേ? ഇത് അങ്ങനെയല്ല. ഇത് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് വെച്ചേക്കുക. അതിന് ചെറുതായിട്ട് നിറച്ചുണ്ടായിരുന്നു. എല്ലാരും ഉപയോഗിച്ച് തീർത്തേണ്ട ബാക്കി ഇത്ര ഇരിപ്പുണ്ട്. ടേബിൾ ഉണ്ട്, ഒന്നും ക്ലീൻ അല്ല. സ്വിച്ച് ബോർഡ് എല്ലാം അഴുക്കാം, ഭയങ്കര അഴുക്കാം. പിന്നെ നിങ്ങൾ പറയുമ്പോൾ പിന്നെ നിനക്ക് ഈ ലോഡ്ജ് സെറ്റപ്പിൽ പിന്നെ എന്ത് വേണമടാ എന്ന് ചോദിക്കും. നമ്മള് ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ്. ഇതൊന്നിനും നമ്മൾ ഡീഗ്രേഡ് ചെയ്യൊന്നും അല്ല. വൃത്തി വേണം, അത് ശരിയാണ്. വൃത്തി തീരെ കുറവാണ്. അതേ ഞാൻ പറഞ്ഞു. അതെ അതെ. ഈ റൂമിൽ അയ്യോ, അടിയിൽ മൊത്തം അഴുക്കാട്ടാ. അടി മൊത്തം പൊടിയാ. പിന്നെ ഒരു മിറർ ഉണ്ട്. മിറർ എന്തായാലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട മിറർ. പിന്നെ ഇത്രേ ഉള്ളൂ. ഇനി ബാത്റൂം തുറന്നാലും ഒരു ബക്കറ്റ് ഉണ്ട്. ഇവിടെയും ക്ലീൻ അല്ല കേട്ടോ. സ്വിച്ച് ബോർഡ് ഒന്നും ക്ലീൻ അല്ല.
ഇതൊന്നും വേറൊന്നുമില്ല, ഒരു പെയിന്റ് അടിച്ചാൽ നല്ല വൃത്തിയായി കിടക്കും സത്യം അല്ലേ? അന്നേരം ഇരുന്നിട്ട് ഇവര് 500 രൂപ വാങ്ങിക്കട്ടെ അല്ലേ? 1 മണിക്കൂറത്തേക്ക് 500 രൂപ വെച്ച് കൂടുതലാ. ഇനി തുറക്കാൻ ബാത്റൂം മൈ ഗോഡ് 1 സ്റ്റാർ പിന്നെ എന്തോ വേണം? 1 സ്റ്റാർ വിത്ത് വേണം. ആ ഹീറ്റർ ഉണ്ട്. ഹീറ്റർ ഉണ്ടല്ലേ? സ്മെല്ലില്ലേ? ഇതാണ് നമ്മുടെ 1 സ്റ്റാർ ബാത്റൂം ഗൈസ്. ഓ 1 സ്റ്റാർ നിൽക്കുന്ന ഒരു കോലം കണ്ടില്ലേ? പിന്നെ വിട്ടാലോ, ഞാൻ എന്നീ വേഷം വിട്ടാലോ അന്നൊക്കെ ഫ്ലോപ്പ് ആയിരിക്കും. ഇതാണ് നമ്മുടെ റൂം ഗൈസ്. കർട്ടൻ, പിന്നെ കർട്ടൻ കൊള്ളായി. പിന്നെ മറ്റേ ഫോൺ എന്തി? പിന്നെ ഗൈസ് നമുക്കിനി ബെഡിലോട്ടൊന്ന് ഇരുന്ന് നോക്കാം. പാറക്കല്ലിൽ ഇതിലും കുറിപ്പുണ്ട്, ഇതിലും കുറിപ്പുണ്ട് പാറക്കല്ലില്. തലാണിയൊന്നും നോക്കിയേ, കൈ വെച്ചാൽ മതി. തലാണിയിലൊന്ന് കൈ വെച്ചേ. ഇത് മറ്റേ നമ്മളെ മെഡിക്കൽ കോളേജിന്റെ താഴെ കിട്ടുന്ന തലങ്ങണ. അത് ഇതിലൊന്നും ഇല്ല. ആ ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മതി. ഇത് പക്ഷെ 1 മണിക്കൂറത്തേക്ക് 500 ഓവർ. അത് ഓവർ പ്രൈസ്ഡ് ആണ്. ഞാൻ ഒരു ദിവസത്തേക്ക് ഈ ഒരു റൂം അവർക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത് ഒരു മാക്സിമം ഒരു 700 രൂപ 600 രൂപ. അതിനപ്പുറം ചാർജ് ചെയ്തത് ഇവരെനിക്ക് 1 മണി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നെഗറ്റീവായിട്ട് പറയുന്നത്. കാരണം എനിക്ക് 1 മണിക്കൂറിനാണ് ഒരു 500 രൂപ വാങ്ങിച്ചത്. അത് മോശമായി പോയി. അപ്പൊ ഇതാണ് നമ്മുടെ 1 സ്റ്റാർ റൂമിന്റെ അവസ്ഥ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിന് മുമ്പ് വേറൊരിടത്ത് പോയി, ഇത് 3ാമത്തെ അടുത്താണ് വന്നത്. കാരണം നമുക്ക് റൂം അവർ തരുന്നില്ല. കാരണം മേ ബി അത്രയും വൃത്തികേടായി കിടക്കുന്നതുകൊണ്ട് ഇനി ഫാമിലി ആയിട്ട് വരുമ്പോൾ കുഞ്ഞൊക്കെയായിട്ട് വരുമ്പോൾ അവർ തരാത്തയാണോ പറഞ്ഞു. അപ്പുറത്തെ AC റൂം എന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, റൂമുണ്ട് അവിടെ. നിങ്ങൾ അപ്പുറത്ത് AC റൂമുണ്ട് ചൂണ്ടിക്കാണിച്ചിട്ട്, അവിടെ നല്ല റൂമാണ്, അവിടെ പോയി എടുത്തോളാം. എന്തുകൊണ്ട് തരുന്നില്ല നമുക്ക്? മേ ബി വേറെ എന്തെങ്കിലും പറയാൻ പറ്റത്തില്ല. മേ ബി അങ്ങനെ ഫാമിലി ആയിട്ട് റൂം എടുക്കാൻ കൊള്ളാത്ത സ്ഥലമാണോ അവർ തരാത്ത, അതറിയാൻ പോയി കേട്ടോ എന്തായാലും. പിന്നെ നമ്മൾ അവിടുന്ന് അവർ തരാത്തോണ്ട് പിന്നെ നമ്മൾ വേറെ അടുത്ത് പോയി, അവിടെ നമുക്ക് റൂം തന്നില്ല. ചിലപ്പോ അവള് കാറിൽ പോയി ഇറങ്ങി അങ്ങനെ അത്രയും കുഞ്ഞൊക്കെയായിട്ട് പോകുന്നോണ്ടായിരിക്കും അവർ തരാത്തെ. എന്തായാലും ഇവിടെ ആദ്യം ഞാനായിട്ട് വന്ന് റൂം എടുത്തതാണ്. ഇവരെ കാറിൽ ഇരുത്തിയിട്ട് ഞാൻ ആദ്യം, അതുകൊണ്ട് റൂം കിട്ടി. ബൈ ദ വേ ഇങ്ങനെയാണ് സെറ്റപ്പ്. സോ ഇത് ഓക്കെ ആണോ ചോദിച്ചാൽ ഓക്കെ ആണോ? നമുക്കൊന്ന് സോപ്പ് അങ്ങനെയുള്ള സംഭവം, വെള്ളം പോലും ഇല്ല, ഇതേ വെള്ളമേ ഉള്ളൂ. അതെ അതെ. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. സോ ഇത്രയല്ലേ ഉള്ളൂ. നമുക്കിനി ഇവിടുന്ന് നേരെ നമ്മൾ 5 സ്റ്റാറിലോട്ട് പോവാം. കുഞ്ഞിനെയും കൊണ്ടേ ഒട്ടും ക്ലീൻ അല്ല. നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാൻ 5 സ്റ്റാർ ഇപ്പൊ റൂം എടുക്കാം. നീ ഇവിടെ നിന്നോ, ഞങ്ങള് പോവാ. അമ്മൂട്ടിന് ഇവിടെ ഇഷ്ടപ്പെട്ടതോ? എത്രയായാലും ഒരു മനുഷ്യനല്ലേ, ആരോ ആയിക്കോട്ടെ, വന്നൊന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ഒന്ന് താമസിക്കണ്ടാവല്ലോ, 1 മണിക്കൂറായാലും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടൂടെ ഒരാളെ വെച്ചിട്ടായാലും. അതെ, ഇപ്പൊ എവിടെ കിട്ടും ബെഡ്ഷീറ്റ് ഒക്കെ വേണേ 50 രൂപയ്ക്കൊക്കെ കിട്ടും. ഒരു പുതിയത് വാങ്ങിച്ചിട്ടൂടെ? ആൾക്കാർ മനുഷ്യർ വന്നൊന്ന് താമസിക്കണ്ടേ ഇല്ലേ? അവരുടെ അവസ്ഥ കൊണ്ടായിരിക്കും അവരൊന്നും ഇങ്ങനത്തെ റൂം എടുത്ത് താമസിക്കുന്നത്. അല്ല, ഇവിടെ ഫാമിലിയുടെ ആരും താമസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ചിലപ്പം പണിക്കാര് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവര്. നമ്മള് പിന്നെ ആരും ഡിഗ്രേഡ് ചെയ്യുന്നില്ല. ഇതൊന്നും നമ്മൾ എവിടെ സ്ഥാപനത്തിന്റെ പേര് ഒന്നും നമ്മൾ കാണിക്കത്തില്ല. പക്ഷെ വൃത്തിയാക്കി ഇടുക. അതെ. ബൈ ദ ബൈ ഗൈസ്, നമ്മൾ ഇവിടുത്തെ ഫെസിലിറ്റീസ് ഇത് ഓക്കെയാണ്, നമ്മൾ അതിന് ഒരിക്കലും കുറ്റം പറയുന്നില്ല. ബട്ട് ക്ലീൻ അല്ല, അത് മാത്രമേ നമ്മളെ സൈഡിൽ നമ്മളൊരു ഇത് പറയുന്നുള്ളൂ. ഈ 1 സ്റ്റാറിന് ഒപ്പം അതുപോലെ ഈ ഒരു ഇത്രയും രൂപയ്ക്ക് അത് മതി. ഫെസിലിറ്റീസ് ഇത്രയും സ്പേസ് ഇല്ലാത്ത ഹോസ്റ്റലിൽ ഞാൻ താമസിക്കുന്നു. അതുകൊണ്ട് സ്ഥലമുണ്ട്, കട്ടിലൊക്കെ നീണ്ട്. മറ്റേത് കണ്ട ഇത്രേ കാണത്തുള്ളൂ, കട്ടിലെന്ന് പറഞ്ഞാൽ ഇത്രേ കാണത്തുള്ളൂ. ഫെസിലിറ്റി ഉണ്ട്, വൃത്തിയില്ലെന്നേ ഉള്ളൂ. വൃത്തിയില്ലെന്നേ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഗൈസ്, ഹീറ്റർ ഒന്ന് ചെക്ക് ചെയ്യാം. ഹീറ്ററുടെ ഇവിടുത്തെ സ്വിച്ച് ഇടണം ആദ്യം. ചൂടാവാൻ സമയം എടുക്കുമായിരിക്കും. അല്ല, ഓൺ ആവുന്നുണ്ട്, സാധനം വർക്കിംഗ്. അപ്പൊ നിങ്ങൾ 1 സ്റ്റാർ കണ്ടല്ലോ, ഇതാണ് 1 സ്റ്റാർ കഴിഞ്ഞു. ലെറ്റ്സ് ഗോ. ഇനി നേരെ നമ്മൾ 5 സ്റ്റാറിലേക്ക്. ഓക്കെ ഗൈസ്, അപ്പോ അടുത്തത് നമ്മൾ 5 സ്റ്റാറിലാണ് റൂം എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ട്രിവാൻഡ്രത്ത് മൊത്തം ഞാൻ booking.com നോക്കിയപ്പം 10 5 സ്റ്റാർ ഹോട്ടൽസ് ആണുള്ളത്. അതായത് നമ്മളെ ലീല, റാവിസ്, അങ്ങനെ കുറെ ഉണ്ട്. ഹയാത്തിന്റെ എന്തോ ഞാൻ കണ്ടായിരുന്നു. ബട്ട് ഹിൽട്ടൺ, സോറി ഹയാട്ട് അല്ല, ഹിൽട്ടൺ അങ്ങനെ മൊത്തം 10 എണ്ണം ഞാൻ കണ്ടു. ഇനി അതിൽ കൂടുതൽ 5 സ്റ്റാർ ഹോട്ടൽസ് ട്രിവാൻഡ്രത്തുള്ളതെന്ന് എനിക്ക് അറിയത്തില്ല. ബൈ ദ വേ അതിൽ കുറച്ച് നല്ല ടോപ്പായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഓബൈ താമരയാണ്. അടുത്തു അതാ അത്യാവശ്യം ടോപ്പും അതാ. അപ്പൊ നമ്മൾ എന്തായാലും ഓബൈ താമരയിലാണ് റൂം എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇവിടുത്തെ തന്നെ 5 സ്റ്റാറിലെ ഏറ്റവും ടോപ്പ് റൂം അല്ല, 5 സ്റ്റാർ തന്നെ ഡീലക്സിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. അവരുടെ ബേസിക് റൂം ഡീലക്സ്,
അപ്പം അത് തന്നെ അടിപൊളിയായിരിക്കും. അപ്പം ഡീലക്സ് ആണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അമ്പൂട്ട് ഭയങ്കര നിർബന്ധം, അമ്പൂട്ടിന് ഉറങ്ങണം കേട്ടോ. ഉറക്കം വന്നിരിക്കുകയാണ്. കയറുകയാണ്. 5 സ്റ്റാറിലായിട്ടുള്ള എൻട്രൻസ് ആണ് സുഹൃത്തുക്കളെ. ലുക്ക് അറ്റ് ദാറ്റ്. ആദ്യം തന്നെ താണ്ട ചേട്ടൻ എന്തോ സാധനമൊക്കെ കൈ പിടിച്ചോണ്ടിരിക്കുന്നു. ചേട്ടൻ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഓ വണ്ടിയുടെ ഡിക്കിയൊക്കെ ചെക്ക് ചെയ്യും കേട്ടോ. 5 സ്റ്റാറിലെ എൻട്രൻസ് അങ്ങനെയൊക്കെയാണ്. അത് ഈ വണ്ടിയുടെ അടിയിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? അണ്ടർ ബോഡിയിൽ കണ്ട കണ്ണാടി അത്. അപ്പൊ നമ്മളെ വണ്ടിയും ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫുള്ള് ടിക്കിയൊക്കെ ഓപ്പൺ ചെയ്യാൻ പറയുമോ? ഉറപ്പായിട്ടും. നമസ്കാരം ചേട്ടാ. ഓക്കെ, ഡിക്കി അടച്ചു. അപ്പൊ നമ്മള് കയറുവാണ് സുഹൃത്തുക്കളെ. ഒരു ചേട്ടൻ നിന്ന് ലെഫ്റ്റിലോട്ട് കൈ കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മളെ ലഗേജ് എടുക്കാൻ ആള് വരുമായിരിക്കും. റൂം ബുക്ക് ആണ്. ബുക്ക് ചെയ്തിട്ടുണ്ട് റൂം. പാർക്ക് ചെയ്തോളൂ. ഓക്കെ, ആ ലഗേജ് ഉണ്ട്. കാറിന്റെ കീ അപ്പം ഓക്കെ എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ കുഞ്ഞിനെ മാത്രം എടുത്തു. ഡോറും തുറന്നു തരും. ഇനി എന്തോ വേണം. എല്ലാം നമുക്ക് സ്കാനറിൽ കൂടെ കേട്ടണം കേട്ടോ. ഇതിന്റെ ഓപ്പോസിറ്റ് ലുലുമാൾ കേട്ടോ. വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ബാ, ഇതാണ് അവരുടെ റിസപ്ഷൻ ഏരിയ. റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രവീൺ. കിടിലം സ്പേസ് ഇല്ലേ? അടിപൊളി. ഇപ്പൊ ഭയങ്കര ഹാപ്പി ആയല്ലോ. നീ ഒരു കാര്യം ശ്രദ്ധിച്ചാ? അവിടെ അത്രയും വെള്ളത്തിന്റെ സൗണ്ട് നടക്കും. എന്തെങ്കിലും ഇതിനകത്ത് കേൾക്കുന്നുണ്ടോ? ചെറിയൊരു മ്യൂസിക് ഇട്ടിട്ടുണ്ട്, ലൈറ്റ് മ്യൂസിക് ഇട്ടിട്ടുണ്ട്. അല്ലേ ഇപ്പൊ മൂഡ് മാറി നോക്കി. ഇപ്പം ഹാപ്പി ആയി നോക്കി. നീ ഈ വയസ്സിലെ 5 സ്റ്റാർ കയറുന്നു. എനിക്ക് നമ്മൾ 5 സ്റ്റാർ കയറിയപ്പോ ഇല്ല സിനിമ ഓർമ്മ വരുന്നത്. നമ്മുടെ കുബേരൻ ക്യാരക്ടറിന്റെ പേര് കുബേരൻ എന്നല്ലേ പറയുന്നത്? കയ്യില് ഷോക്സ് ഒക്കെ ഇട്ട് അടിപൊളിയായി. എനിക്ക് അത് ഓർമ്മ വരും കേട്ടോ. ആക്ച്വലി റൂമിന്റെ കീ തന്നെ എന്ത് ഗ്രാൻഡാ നോക്കില്ലേ. ഇങ്ങനെ തുറന്നാ മതി. അതെ, നമ്മളെ 1622 ആണ് നമ്മളെ റൂം നമ്പർ. ഇടയിൽ 5 സ്റ്റാറില് ബട്ടൺ വർക്ക് ആവുന്നില്ലേ? 6ാമത്തെ ഫ്ലോർ വർക്ക് ആവുന്നില്ലേ? റൂഫ് ടോപ്പ് വർക്ക് ആവുന്നുണ്ട്. 3 കഴിഞ്ഞ് പിന്നെ വേറെ ഒന്നും വർക്ക് ആവുന്നില്ല. കണ്ടോ? നമുക്ക് താണ്ട 6th പോകണ്ടേ. 6th ഫ്ലോറിലാണ് പോകണ്ടത്. നമ്മുടെ 1622 ആണ്. പക്ഷെ വർക്ക് ആവുന്നില്ല. ഇനിയിപ്പോ അയ്യോ 6th കഴിഞ്ഞു പോയി. നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നത്? റൂഫ് ടോപ്പിലാണ് ഗായ്സ്. ഓ മോനെ, വിഷയം ട്രിവാൻഡ്രം സിറ്റി ഫുള്ള് കാണാം. ലുലുമാളിന്റെ ടോപ്പ് കാണാം. ഇത് ലുലുമാളിന്റെ ഹൈറ്റിലാണ് നിൽക്കുന്നത് അല്ലേ? ആണെന്ന് തോന്നുന്നില്ലേ? ലുലുമാളിന്റെ ഹൈറ്റാണ് നിൽക്കുന്നത് തോന്നുന്നു. അറിയാൻ വയ്യ. ഇങ്ങനെ നോക്കുമ്പോ ലുലുമാളിനെക്കാട്ടി ഹൈറ്റ് ആണെന്ന് തോന്നുന്നു. എന്റെ ദൈവമേ, ഞാൻ ആദ്യമായിട്ട് അന്ന് ഇവിടെ നൈറ്റ് വന്നെങ്കിൽ അത്രയും കൂടെ കാണാൻ പറ്റിയില്ല. വിഷയം കേട്ടോ. ഇല്ല വണ്ടി ഇല്ല 300 രൂപയുടെ കാറ് പോവല്ലേ, മറ്റേ കളിപ്പാട്ടം പോലെ. അടിപൊളി കേട്ടോ. അങ്ങോട്ടേക്ക് ഓ കാവ്യാത്മകം. നമ്മളെ റൂമിൽ എത്തിയിട്ടില്ല കേട്ടോ. വാ റൂമിൽ പറയണ്ട. 6ാമത്തെ ഫ്ലോർ ഞെക്കിയിട്ടായില്ല. റൂഫിൽ ഞെക്കി. എന്തായാലും റൂഫിൽ അവർ എത്തിയതല്ലേ വീഡിയോ എടുക്കാന്ന് പറഞ്ഞ് കയറി. 6th. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. ഓ താങ്ക് യു. സോറി 5 സ്റ്റാറിൽ നമുക്ക് അറിയാത്തോണ്ടാ. അതെന്ന് വെച്ചാൽ ഈ റൂം എടുക്കുന്നവർക്ക് മാത്രമേ ആ ഫ്ലോറിൽ പോകാൻ മതി. അത് ഭയങ്കര പ്രൈവസി ആട്ടോ. എന്തുകൊണ്ട് 3rd വന്നെന്ന് വെച്ചാൽ 3rd റെസ്റ്റോറന്റ് ഉണ്ട്. റൂഫ് ടോപ്പ് റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു താഴ്ന്ന കാട് താഴ്ന്നവർ പറഞ്ഞു തന്നില്ല നമുക്ക്. അത് പറഞ്ഞു തന്നില്ല. അത് ശരിയാ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഞെക്കിയിട്ടാണല്ലേ ആവത്തുള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ, അത് പറഞ്ഞു തരണമായിരുന്നു. എന്തൊരു മണോടി. ചന്ദനത്തിനെ എത്തിച്ചു വെച്ചേക്കുന്നത്. എന്തെയോ ഒരു പ്രീമിയം മണം. കാർപ്പറ്റ് ഉണ്ടല്ലോ, ഇല്ല പതഞ്ഞു പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. ഓ ഇതിന്നാ മണം വരുന്നത്. ശരിയാ. ഓഹ് യു ആർ CBI. മോനെ സ്വിമ്മിംഗ് പൂൾ വ്യൂ. നമ്മുടെ റൂം പൂൾ വ്യൂ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഇരുന്ന് നമ്മൾ അന്ന് ഫുഡ് കഴിച്ചത്. ഇവിടെ സൂപ്പർ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ടൊക്കെ നമ്മളന്ന് ഇവിടുന്ന് കഴിച്ചത്. ഇത്രയും കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഏകദേശം അടിപൊളിയായില്ലേ. ഇനി റൂം കൂടി കാണുമ്പോൾ സെറ്റ്. നമ്മുടെ ഈ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞ് അപ്പുറത്ത് പോകണം. അപ്പുറത്താണ് നമ്മളെ റൂം. എടാ ഫോറിനേഴ്സ് ആടാ, ഒരുപാട് പേരുണ്ട് അല്ലേ ഫോറിനേഴ്സ് അല്ലേ? എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത്. ഞാൻ ഇവിടെ ലീലയില് പോയിട്ടില്ല. അവിടെ ഇതിനും സൂപ്പർ ആയിരിക്കാം മേ ബി. ഈ സൈഡ് അടിപൊളി. നമ്മളെ 5 സ്റ്റാർ വരുമ്പോഴേ
പുള്ളും പുഷും. ഈ പുള്ളും പുഷും ഈ ആരാ കണ്ടുപിടിച്ചത്? പുള്ളും പുഷും മനുഷ്യൻ. അയ്യോ നമ്മളെ ലഗേജ് അവിടെ എത്തി കേട്ടോ. നമുക്ക് ലിഫ്റ്റിൽ കയറിയിട്ട് കാർഡ് ടാപ്പ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞില്ല, അതുകൊണ്ട് നമ്മൾ മേല് നമ്മള് റൂഫ് ടോപ്പിൽ പോയി. ഇതെന്ത് റൂമാണ് സുഹൃത്തുക്കളെ. ഇവിടുന്നേ തുടങ്ങി. റൂം കേട്ടാ തുറക്കുമ്പോ ലൈറ്റ്. അയ്യോ ഇത് മറ്റേ കുബേരിലെ സാധനം ഉണ്ട്. ഞാൻ ഇതിട്ട് ഇന്നൊരു കറക്കം ഉണ്ട് കേട്ടോ. ഒരെണ്ണേ ഉള്ളൂ കേട്ടോ, ഒരെണ്ണേ ഉള്ളൂ. ചെപ്പൽസ്, ഷൂ പോളിഷ് ചെയ്യുന്ന സാധനം, തേപ്പൂട്ടി, അയണിംഗ് ബോക്സ്, അയൺ ബോക്സ് ഉണ്ട്. ഷൂ, ഇതെന്തോ ഷൂ സാധനം. ഷൂ തുടക്കുന്നതായിരിക്കണം മേ ബി. ഇത് കണ്ടോ സൂയിങ് കിറ്റ്, തയ്ക്കാനുള്ളത്. ആരടി വന്ന് 5 സ്റ്റാർ വന്ന് തയ്ക്കുന്നേ? എന്തെങ്കിലുമൊക്കെ കീറിയിട്ടുണ്ടെങ്കിൽ ആ സത്യമല്ലേ, അതെല്ലാം ലോണ്ടറി ബാഗ് ഉണ്ട്. ഇതെന്തുവാ? അത് എഴുതണ്ടായിരിക്കും നമ്മൾ ഡീറ്റെയിൽസ്. പിന്നെ നമ്മളെ ചെപ്പൽ സാധാരണ ഹോട്ടലിൽ കുറച്ചും കൂടി കട്ടി ഉണ്ടോ? അടിയിലൊരു ഇതുകൂടെ ഉണ്ട്. അല്ലേ? അവനെ കാർഡ് വേണമെന്ന് അതിൽ വലിച്ചെടുക്കുന്നു. ബ്രഷ് എന്തുവാ? അത് ഷൂല് പോളിഷ് ചെയ്യുന്നതാണ്. അത് പുറം മറ്റേ അതിന്റെ അല്ല, ഷൂ പോളിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇത് എക്സസൈസ് ചെയ്യുന്നയാ ഈ സാധനം? അത് തേക്കുന്ന. ഓക്കെ മണ്ടത്തരങ്ങളല്ല, അത് സത്യം എനിക്ക് അറിയാത്തോണ്ട് ചോദിച്ചേട്ടോ. ഞാൻ വിചാരിച്ചു ഈ കിടന്ന് എക്സസൈസ് വല്ലതും ചെയ്യുന്ന സംഭവം. ഇത് കൊള്ളാൻ കേട്ടോ. ഇത് കണ്ടോ, ഇതിങ്ങനെ തുറക്കുമ്പോഴാണ് ലൈറ്റ് എത്തുന്നത്. ഇത് തുറക്കുമ്പോ ഓട്ടോമാറ്റിക് സെൻസർ. അത് ഇങ്ങനത്തെ ഒരു വാർഡ്രോബ് നമ്മുടെ റൂമിൽ സെറ്റ് ചെയ്യണ്ട. പക്ഷേ നടന്നില്ല. അടിപൊളി നീറ്റ് കബോർഡ് ഗൈസ്. ബാത്റൂം തുറക്കാം. അത് ലാസ്റ്റ് ബാത്റൂം തുറക്കാം. ഓ, വിശാലമായിട്ടുള്ള അടിപൊളി ഒരു പ്ലെയിൻ ഗ്ലാസ്. ഇവിടുന്ന് ഗട്ടറേക്ക് എടുക്കാൻ 2 പേർക്ക് നല്ലോണം അടിപൊളി ഒരു ഗ്ലാസ് ഏരിയ. നോക്ക്, കിട്ടില്ല. ഫാമിലി ഗ്ലാസ് ഏരിയ. തടവി നോക്കുന്നത്. ഇനി റൂം കാണിച്ചുതരാം ഗൈസ്. Look at that. ഏതാ റൂം നോക്കിക്കേ, കിടില റൂം. ഏതോ ഒരു ചേച്ചി വിട്ടിരുന്ന കാര്യം പറയുന്നല്ലോ. എന്തൊക്കെയോ നമുക്ക് പറഞ്ഞു. ഇത് കണ്ടോ? ഞാൻ കണ്ടത്, ഞാനത് കണ്ടു. ഞാൻ കാണിക്കാം. കോംപ്ലിമെന്ററി ആയിട്ട് തന്നതാ. ഓ തന്നെ. അത് സെറ്റ്. തുറന്നേ, ഇതൊന്ന് ഓഫ് ചെയ്യൂ. TV ഓഫ് ചെയ്യാം. ചേച്ചി മിണ്ടാരി ചേച്ചി, നമ്മള് വീഡിയോ എടുക്കുന്നുണ്ടില്ലേ? എടി അന്ന് തുറന്നേടി. നട്ട്സ് മാത്രല്ല, ഇത് മുട്ടായി, കേരള മിക്സ്ചർ, ബനാന ചിപ്സ്, ചിപ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരു നൈസ് പരിപാടി ഉണ്ടാവും. ഇത്രയും ഇത് കോംപ്ലിമെന്ററി ആണോ? എക്സ്ട്രാ പൈസ കോംപ്ലിമെന്ററി. ഇതെന്ത് സാധനം? മുട്ടായോ? ഇത്രയും സാധനം നമ്മൾ കോംപ്ലിമെന്ററി ആയിട്ട് ഫുഡ് തന്നെ കേട്ടോ. മിക്സർ ഉണ്ട്, ബനാന ചിപ്സ് ഉണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പ്. അവര് പൈസ എടുക്കോ? ഉണ്ട്. പിന്നെ പൈസ എടുക്കാതെ നീ ഫ്രീക്കൊന്നും അല്ലതാണ്ടോ. കാഷ്യൂവിന് 100 ഗ്രാമിന് 400 രൂപ എടുക്കും അവര്. പിന്നെ ചോക്ലേറ്റ് ബബിൾസിന് 215 രൂപ, ബനാന ചിപ്സിന് 150 രൂപ. നീ കൊറേ നേടുന്നുണ്ടല്ലേ? അതെ, ഞാൻ വിചാരിച്ചേ, കാരണം നമ്മള് റൂം ബുക്ക് ചെയ്തപ്പോ നമ്മൾ പേ ചെയ്തേ. പിന്നെ അവര് പറഞ്ഞ് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തരും, ലാസ്റ്റ് ബില്ലില് നോക്കിക്കോളൂന്ന്. ഇനി എന്താ ലാസ്റ്റ് ബില്ല്? ഇതൊക്കെ ആയിരിക്കും ലാസ്റ്റ് ബില്ല് വരുന്നത്. അതെ. അപ്പൊ ഇതൊക്കെ പെയ്ഡ് ആണ്. ഫ്രീ 5 സ്റ്റാർ ഫ്രീ. തേങ്ങ 400 രൂപ കൊടുക്കണം ഈ സാധനം പൊട്ടിക്കണോ? വേണോ? വേറൊരു കോമഡി എന്തെന്നുണ്ടോ? വെള്ളത്തിനും പൈസയുണ്ട്. ഓ, വെള്ളത്തിനും പൈസ ഉണ്ട് കേട്ടോ. കാറിലേ വെള്ളം ഇരിപ്പുണ്ട്, എടുത്തോണ്ട് പറഞ്ഞേ. ഇടീ, വെള്ളത്തിന് 155 രൂപ ഗൈസ്. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കും വെള്ളത്തിന്? മേ ബി ഇതിനി എടുക്കാതിരിക്കും എന്തോ. എടുക്കാൻ എടുക്കാതിരിക്കും. എന്തായാലും നല്ല അടിപൊളി ഗ്ലാസ്. ഇത്രയും നമുക്കൊരു ജഗ് ഉണ്ട്, ഹീറ്റർ ഉണ്ട്, നല്ല കെറ്റില്, നല്ല കെറ്റിലാട്ടോ, പ്രീമിയം കെറ്റില് എല്ലാം ഉണ്ട്, സംഭവങ്ങളെല്ലാം ഉണ്ട്. ഈ ബെഡ് ഇനി കിടന്നു നോക്കണം. നമ്മള് ഓൾറെഡി കാണിച്ചു. TV ഒരു LGയുടെ ഒരു 42 ഇഞ്ചാണോ 32 ഇഞ്ചാണോ എന്തായാലും അത്യാവശ്യം വലിയ സൈസ് TV. നീ ഇവിടെ കബോർഡ് ഇവിടെ ഒന്നുമില്ല. ഓ, മിനി ഫ്രിഡ്ജ്. അതിന്റെ ലോക്കർ ഉണ്ടായിരുന്നു. ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്, ഓപ്പൺ ചെയ്യാം. ഓഹോ, ഇതിനകത്ത് മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടി എല്ലാ സാമഗ്രികളും എടുത്ത് വെച്ചിരിക്കുവാണല്ലേ. ഇത് മാംഗോ ഉണ്ട്, ആപ്പിൾ ഉണ്ട്, റെഡ് ബുള്ളിന്റെ ഉണ്ട്, പിന്നെ ഒരു വെള്ളം. എടാ, ഈ വെള്ളത്തിനാണ് പൈസ. ഈ വെള്ളത്തിന് ഇത് ഫ്രീ ആണ്. ഓക്കെ, ഫൈൻ. അടിപൊളി കേട്ടോ. ഈ ഒരു സാധനം കൊള്ളാല്ലേ.
സെറ്റ്. അപ്പൊ അത്രയും സാധനം താഴെ ഉണ്ട്. അപ്പുറത്തിൽ എന്തുണ്ട്? അപ്പുറത്തെ ഷെൽഫില് അപ്പുറത്തെ ഷെൽഫിൽ ഒന്നുമില്ല. ഇവിടെ ഒരു സെറ്റ് ബോക്സിന്റെ താഴെ ഒരു ഷെൽഫ് ഉണ്ട്. ഈ ഒരു യൂണിറ്റ് കൊള്ളാം അല്ലെ, ഫുള്ളായിട്ട് അടിപൊളിയായിട്ട്. ഇതേ കണക്കത്തൊരു ചെയർ ആണ് ഞാൻ ആഗ്രഹിച്ചത് എഡിറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട്. പിടിച്ചെന്ന് അവനെ തറയിലോട്ട് ആക്കടി. തറ വൃത്തിയല്ലേ? ആ തറയിലോട്ട് ആക്ക്. തറയിൽ എഴഞ്ഞ് കളിക്കട്ടെ അവൻ. അടിപൊളിയടി. എഡിറ്റ് ഒക്കെ ചെയ്യാൻ ഇതണക്കത്തൊരു ചെയർ വേണോടി. സെറ്റ്. അമ്പൂബാ നമുക്ക് നിരങ്ങാം. ഇതെവിടെ പോവാ? തൊട്ടാ പൈസയാ. ഇതും കൊള്ളാം കേട്ടോ. ഇതിനി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഏരിയ ഉണ്ട് ഇരിക്കാൻ വേണ്ടി. ചെറിയൊരു സോഫ സെറ്റ്. എടി എത്ര പില്ലോ ആടി? 2 2 4 6 പില്ലോയോ? 6 പില്ലോ. സെറ്റ്. ഇവിടെ ചെറിയൊരു വേസ്റ്റ് ബിന്നുണ്ട്. സമാധാനം. റെഡി 1 2 3. ഇതിങ്ങനെ വലിച്ചാ മതിയോ? പിന്നെ എങ്ങനെയൊന്നും അല്ലടാ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഏതാ സീൻ നോക്കിയേ. നമുക്ക് പൂൾ വ്യൂ ആണ് കേട്ടോ. അടിപൊളി. ഒരാളിതോ പോയി. അമ്പു 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 ഇന്ന് അവിടെ ഇരുന്നോളും. ഞാൻ ഫ്രീ. അവൻ ഇത് മതി. പക്ഷെ അവങ്ങ നിക്കുന്നതാണോ പേടിയാവുന്ന കേട്ടോ ചെറുതായിട്ട്. എന്നാലും അവ അങ്ങ് നിക്കുന്ന കാണുമ്പോഴേ ഈ കമ്പ് എന്തിനാന്നറിയോ? തുറന്നിട്ടേ ഇന്ന് നമ്മൾ ഇതൊക്കെ ഗൈസ് ഒരു വട്ടം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അടിപൊളിയാ. നൈസ് സെറ്റപ്പ് കേട്ടോ. ഇനി നമ്മൾ തുറക്കാനുള്ള ബാത്റൂം മാത്രമേ ഉള്ളൂ. നിന്ന് എന്ത് വ്യൂ നോക്കുമ്പോഴേ അടിപൊളി കേട്ടോ കാണാനായിട്ട്. ഷെയ്ഫൊക്കെ കൂടി അത്ലറ്റിക് ഓടാൻ പോന്നു. എങ്ങനെയുണ്ട്? പൊളി. പഞ്ഞിമറ്റ കിടന്നിട്ടുണ്ട്. ഇനി ഏട്ടൻ ഇതൊരെണ്ണം വേണോടി വീട്ടില്. പെട്ടെന്ന് ഉറങ്ങും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും വേണ്ടത് ഉറക്കമാണ്. നല്ലൊരു ബെഡാണ്. നമ്മളെ മാട്രസ് അത്ര പോരാ. നല്ലൊരു മാട്രസ് വാങ്ങണം. ഇതിൽ കിടന്നപ്പോഴേ എനിക്ക് തോന്നിയത് എന്ത് സൂപ്പർ മാട്രസ് ആടി. നമ്മുടെ ബോഡി അങ്ങ് അതിലോട്ടങ്ങ് ചെയ്യുന്നല്ലേ. ഞാൻ കണ്ട് ചുന്ദരി. അപ്പൊ അവിടെ നിക്കട്ടെ. നിന്നോളൂ. നമുക്കിനി അടുത്തത് ഇതെന്തോ ഇത് ടെമ്പറേച്ചറിന്റെയാ. ഇതുകൊണ്ട് ഇവിടെ 24-ന്റെ ഒരു ബോർഡ്. ഇത് നമ്മളെ ടെമ്പറേച്ചറിന്റെ ഒരു മോണിറ്ററാ. റൂം ടെമ്പറേച്ചറിന്റെ. ഇവിടെ ഒരു ഡയറി ഉണ്ട്, ഒരു പെൻസിൽ ഉണ്ട്. ഇതെന്തോ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ടോ? ഇത് കണ്ടോ സെറ്റ്. നമ്മുടെ സാധനങ്ങൾ കണ്ണടിച്ചത് അത് കൊള്ളാം. ഇതിങ്ങനെ 360 ആംഗിളിൽ കറങ്ങുന്ന ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്നുമില്ല. ഇനി നമുക്ക് ബാത്റൂം സെറ്റ്. അപ്പൊ ഇതാണ് ഓവറോൾ നമ്മുടെ 5 സ്റ്റാർ റൂമിന്റെ ഒരു വ്യൂ. വാട്ട് എ ലക്ഷറി ഗൈസ്. പക്ഷെ ഞാൻ പറയാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന ഒരു പൈസകളും ഉണ്ട് കേട്ടോ. നട്സും കൂടെ ചെല്ല്. എന്തായാലും അടിപൊളി തന്നെ. നമുക്കിനി അടുത്തത് തുറക്കാം. മോനെ സെറ്റ്. എനിക്ക് തൂക്കാൻ സാധനങ്ങളുണ്ട്. ഇതെന്തോ ചകിരി. എന്തോരം പാക്കറ്റ് ആടി അവിടെ. 2 ഡെന്റൽ കിറ്റ്, 2 സാനിറ്ററി ബാഗ്, 2 ഷവർ ക്യാപ്പ് ഉണ്ട്. നമുക്ക് കുളിക്കണം. സാനിറ്ററി ബാഗ് എന്ന് പറയുമ്പോ മറ്റേ ഇതെന്തോ പൊട്ടിക്കാം. വെറും ഒരു ബാഗ്. ഇതെന്താന്നറിയോ? പാഡൊക്കെ. ഓക്കെ. ഷേവിംഗ് കിറ്റ് ഉണ്ട്. ഇതെന്താ വാറ്റി കിറ്റ്? അറിയത്തില്ല. നമ്മളപ്പോ കുടിക്കും കേട്ടോ. വാറ്റി കിറ്റ്. ഓക്കെ. നമുക്ക് ബഡ്സ് മാത്രമല്ല ബാൻഡേജ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസ്. സോ നമ്മുടെ ഷവർ ഏരിയ കാണിച്ചില്ലല്ലോ. ഇവിടെ ഹെയർ ഡ്രയർ ഉണ്ട്. ബാത്റൂമിൽ ഒരു ഗ്ലാസ് ഉണ്ട്. ഈ ബാത്റൂമിൽ ഗ്ലാസ് എന്തിനാ? ബാത്റൂമിൽ നേരം വെള്ളം കുടിക്കും. അവിടെ ഇരുന്ന ഇത് നേരെ ഓപ്പോസിറ്റ്. ചാരി നിക്കുന്നു കാശ. ചട്ടമ്പി അവ ഹാപ്പി ആയിട്ടോ. അപ്പൊ എന്തായാലും ഇവിടുന്ന് നോക്കുമ്പം ഇനി ഇതാണ് നമ്മുടെ ഷവർ ഏരിയ ഗൈസ്. ഇവിടെ നമ്മളെ ഷാമ്പൂ ഉണ്ട്, കണ്ടീഷണറും, ഷാമ്പൂ ആൻഡ് ബോഡി വാഷ് സംഭവമാണ്.
അപ്പൊ നമ്മളെ റൂം ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ റൂം ടൂർ 5 സ്റ്റാറിന്റെ കഴിഞ്ഞല്ലോ. ആൻഡ് ക്ലീൻ ആണ്, എന്നാലും അവിടെ കുറച്ച് അഴുക്കില്ലേ? ഉണ്ടല്ലേ, കുറച്ച് അഴുക്കുണ്ട്. പിന്നെ റൂമൊക്കെ സാനിറ്റൈസ്ഡ് ആയിരിക്കുമല്ലോ, അവർ ഓൾറെഡി സാനിറ്റൈസ് ചെയ്യും. പിന്നെ 2 ടവലുണ്ട് ഇവിടെ, ടോയ്ലറ്റ് ടവലുണ്ട്. ബൈ ദ ബൈ, എങ്ങനെയുണ്ട് ആ ഒരു കമ്പാരിസൺ? ഇത് ജസ്റ്റ് ഒരു ഇവിടെ ടച്ച് ആയില്ലേ, അടിപൊളി കേട്ടോ, സെറ്റ്. എനിക്കൊരു മേക്കപ്പ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ ഉണക്കി. അല്ല ഇത് ഇതൊരു കമ്പാരിസൺ ആണ്, ജസ്റ്റ് ഫോർ ഒരു എന്റർടൈൻമെന്റ് പർപ്പസ്. കാരണം വേറെ ഒന്നല്ല, നമ്മളൊരു 1 സ്റ്റാർ ഒരു 5 സ്റ്റാർ ആ ഒരു പെട്ടെന്നുള്ള ഒരു വീഡിയോ തന്നെ രണ്ടും കൂടി കാണുമ്പോൾ ആ ഒരു ഇതില്ലേ സംഭവം. പിന്നെ കൊടുക്കുന്ന എമൗണ്ടിൽ നല്ല വ്യത്യാസമുണ്ട്. അതെ, ഇത് ഇവിടെ കൊടുക്കുന്ന മറ്റേതിന് ഡബിളിന്റെ അത്രയും എമൗണ്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അവിടെ നമ്മളെ ഫെസിലിറ്റീസ് ഉണ്ട്, പക്ഷെ വൃത്തിയില്ല. ഇവിടെ ഫെസിലിറ്റീസും ഉണ്ട്, വൃത്തിയുണ്ട്. എന്തുവാടാ പേടിച്ചോയോ? സ്വന്തം കണ്ണാടി നോക്കി അറഞ്ചം പുറഞ്ചും അടിക്കുന്ന അമ്പു നോക്കി സ്വന്തമായിട്ട്. ഹാപ്പി എടാ, അടിച്ച് പൊളിക്കല്ലേ. നിന്നെ ഞാൻ ഇവിടെ നിർത്തിയിട്ട് പോവും കേട്ടോ. അവനെ അത് വേറൊന്നും അല്ലടാ, അവനെ അറിയത്തില്ല ഇതൊന്നും. പക്ഷെ ഈ ലൈറ്റ്, ഈ വ്യൂ, ഇതൊക്കെ കാണുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ അടഞ്ഞ റൂമിൽ കിടക്കുന്നതിനെക്കാട്ടിയും ലൈറ്റുകൾ ഭയങ്കര അട്രാക്ഷനാണ് പിള്ളേർക്ക്. അവൻ ഭയങ്കര ഹാപ്പി. ഞാൻ ഷൂസ് ഒക്കെ ഇട്ടിട്ട് അടിപൊളി. എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്ത് വന്നാലേ വൃത്തികേടാക്കാൻ തോന്നുന്നില്ല. സീരിയസ് ആയിട്ട് നമുക്കൊന്ന് വൃത്തികേടാ മീൻസ് അതല്ല, നമുക്ക് ഈ ഷൂസ് ഇട്ട് ഒന്ന് ഇതിൽ പോലും കേറാനോ. ഷോക്സ് വരണ്ട, ഷോക്സ് ഇടാക്കട്ടെ. ചെരുപ്പ് വേണ്ട, താങ്കൾ ഇട്ടോളൂ. ഓയ് മൃദുല, ഇനി ഇവിടുന്ന് എന്തൊക്കെ എടുക്കാമോ അതൊക്കെ എടുക്കാൻ നോക്കും. അതെ മീൻസ് എവിടെ പോയാലും കോമ്പ് ഒക്കെ എടുക്കും കേട്ടോ. കോമ്പ് എവിടെ പോയാലും എടുക്കും കോമ്പ്. പിന്നെ വേറെ ഒന്നുമില്ല, കോമ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്തായാലും അതൊരു മറ്റൊരാൾക്ക് യൂസ് ചെയ്യത്തില്ല, അതെടുത്ത് മാറ്റും. 5 സ്റ്റാർ ഹോട്ടലിൽ വന്നിട്ട് ചോറും ഉണക്കമീൻകറിയും കഴിക്കുന്ന കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വിചാരിക്കായിരിക്കും വേറെ ഒന്നും അല്ല കേട്ടോ. പിന്നെ ആക്ച്വലി നമ്മൾ ഫുഡ് രാവിലെ വെച്ച് ഇന്നിങ്ങനെ വീട്ടെടുക്കണമെന്ന് പ്ലാൻ ചെയ്തൊന്നും അല്ല. ഫുഡ് വെച്ചപ്പോ പിന്നെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫുഡ് വെച്ചത് കൊണ്ട് പിന്നെ നമ്മൾ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇതൊരു ഫുഡ് വ്ലോഗ് അല്ല, നമ്മൾ ജസ്റ്റ് റൂമാണ്. നമ്മൾ ഇതിന് മുന്നേ ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഫുഡിന് ഭയങ്കര റേറ്റ് കേട്ടോ. ഒരു ബിരിയാണിക്ക് ഇൻക്ലൂഡ് ടാക്സ് ഉൾപ്പെടെ 1000 രൂപ എത്രയാവും? 750 അതായത് 900 രൂപയാവും. ഒരു ചിക്കൻ ബിരിയാണിക്കൊക്കെ 800-900 ആ റേഞ്ചൊക്കെ ആവും. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നു. ഇത് നല്ല അടിപൊളി പയറുതോരം ഉണ്ട്, ഉണക്കമീൻ കറി ഉണ്ട്. ഈ ഹോട്ടലുകാർ ഇത് കാണുന്ന അവസ്ഥ ആലോചിച്ച്. കുറച്ച് വൈറ്റ് റൈസ് ഉണ്ട്, ഉണക്കമീൻ കറി വിത്ത് 5 സ്റ്റാർ ഹോട്ടൽ വിത്ത് വ്യൂ. നോക്കി ഗായ്സ്, ഇവിടെ കിട്ടും ഉണക്കമീൻ കറി, കിട്ടില്ല ഇവിടെ കിട്ടും പയറുതോരൻ, ചിലപ്പോ കാണും രസം. വെള്ളം പിടിച്ചോളൂ. നമ്മൾ വ്യൂ ഒക്കെ കണ്ട് നല്ല അടിപൊളി ഉണക്കമീൻ കറിയും ചോറും. നല്ല കിടിലം ബസ്മതി റൈസ് അല്ല, ഇത് പൊന്നിയുടെ കുറച്ചും കൂടി വലിയ റൈസ് ആട്ടോ. ആഹാ, നല്ല പ്രോട്ടീൻ പോരട്ടെ, നല്ല വൈറ്റ് റൈസ് പോരട്ടെ. നമ്മളത് എടുത്തില്ലായിരുന്നു, ഇന്ന് വേസ്റ്റ് ആയാലും. ഉണക്കമീൻ കറി പൂണൊന്നുമില്ലല്ലോ, കൈ വെച്ചെടുക്കുക. നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, നമ്മൾ 3 പേർ. ഒരാളെ കൂട്ടിയില്ല. ഉണക്കമീൻ കറി സൂപ്പർ. മൈൻഡ് ഭയങ്കര ഒരു റിലാക്സ് ആയ ഒരു ഫീൽ. പക്ഷെ നമ്മൾ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു രസം ഉണ്ടല്ലേ വന്നിരുന്ന് കഴിക്കുന്ന ഒരു ഹാപ്പി, മനസ്സിന് ഭയങ്കര ഒരു ഹാപ്പി. അതിൽ കുഞ്ഞു എൻജോയ് ചെയ്യുന്ന കാണുമ്പോഴേ ഒരു സന്തോഷം. അവന് ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര ഹാപ്പിയായി. അപ്പൊ നമ്മള് വ്യൂ ഒക്കെ കണ്ട് ചോറും ഉണക്കമീൻ കറിയൊക്കെ കഴിക്കട്ടെ ഗൈസ്. ഇതാണ് വൈബ്. നൈറ്റ് നമ്മൾ ഇവിടുന്ന് ഫുഡ് അടിക്കാം. നമുക്ക് ഉണക്കമീൻ കറി ഇറങ്ങും അമ്പൂനി. നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാൻ ഉള്ളു കഴിച്ചു. നല്ല മീൻ കറി കേട്ടോ. പണ്ട് വീട്ടില് ഈ ഉണക്കമീൻ കറി വെക്കുന്നതിന് റേഷൻ അരി വെക്കും. റേഷൻ അരി സാധാരണ നമ്മൾ വാങ്ങിച്ചിട്ട് നോർമൽ ഡേയ്സിൽ അല്ലാത്ത അരി വെക്കും. ഈ ഉണക്കമീൻ കറി വെക്കുന്നതിനന്ന് റേഷൻ അരി വെക്കും. ഈ റേഷൻ അരി ഉണക്കമീൻ കറിയും ചമ്മന്തിയും ടേസ്റ്റ് ആണോ, ഭയങ്കര കോമ്പിനേഷൻ. നിങ്ങൾ എത്ര പേര് കഴിച്ചിട്ടുണ്ടോ റേഷൻ അരി? പക്ഷെ ഇപ്പൊ പണ്ടത്തെ റേഷൻ അരി നമ്മളൊക്കെ സ്കൂളിൽ കഴിക്കാൻ ഒട്ടുമായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ഒട്ടുന്ന അരി ഇല്ല. ഇപ്പൊ ഒരു ശേഷം മട്ട റൈസാണ് കൊടുക്കുന്നത് റേഷൻ അരി അല്ലേ. പണ്ട് വേറെ ഒട്ടുന്ന ടൈപ്പ് റൈസ് കൊടുക്കണം, ചെറിയ അരി.
ഇതും ഒരു റേഷൻ അരി അല്ലെങ്കിൽ പോലും ആ ഒരു റൈസ് ഓഫ് ടച്ച് ഒരു സംഭവമാണ്. അത്രേ ഉള്ളൂല്ലോ. തിന്നാണ് ഭയങ്കര. നിഴലായി അരികെ വരൂ നീ. ഇങ്ങനല്ല പ്രേതം വന്ന ഞാൻ വെറുതെ വിടത്തില്ല. കുബേരൻ ദിലീപിൽ പടത്തിന്റെ ഒരു കുബേരൻ തന്നെയാണോ? ഒന്നുകൂടെ നോക്കാം. അതെ, കുബേരനാന്ന് തോന്നുന്നു. മറ്റേ നമ്മുടെ കലാഭവന്റെ അതേ വേഷം. എനിക്ക് ഈ ഡ്രസ് ഇടുമ്പോ അതാണ് ഓർമ്മ വരുന്നത്. കൊള്ളാം കൊള്ളാം കൊള്ളാം. അമ്പ് നല്ല വർക്കാണ് ഗൈസ്. നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ഇവിടെ ഇരുട്ടിയാലും വ്യൂവാ, പകലും വ്യൂവാ. ഇങ്ങനെ ഫുള്ള് കിടക്കുമല്ലേ, അങ്ങ് ദൂരെ ചർച്ചൊക്കെ കാണാം അല്ലേ, കാണാൻ പറ്റും. ദേ അമ്പൂട്ടൻ ഗൈസ് നല്ല ഉറക്കം കേട്ടോ, സുഖം ഉറക്കം. നമ്മുടെ കൂടെ കിടന്നുറങ്ങിയതാ. താങ്കൾക്ക് പൊട്ടിച്ചു നിന്നോടി, നിനക്ക് ഇഷ്ടമുള്ളടത്ത് കഴിച്ചോടി പെണ്ണേ. നീയല്ലേ എടുക്കാത്തത്, ഞാൻ പറഞ്ഞെടുത്ത് കഴിക്കണമെങ്കിൽ കഴിക്കാൻ. പൈസ ഒന്ന് എച്ചിത്തര പറയുന്നു. എച്ചിയൊന്നും എച്ചിയാത്. ഈ മൃദുല ഭയങ്കര എച്ചിയാ. എനിക്ക് അറിയാത്തോണ്ടാ. കാരണം അവൾ കോളേജ് പഠിക്കുന്ന സമയം തൊട്ട് എനിക്ക് അറിയാവുന്നതാ. അതിന് ഒരു മാറ്റവും ഇപ്പോഴും വന്നിട്ടില്ലെന്നുള്ളതാ. അന്നത്തെ അവൾ അങ്ങനെയാണോ അങ്ങനെ. ഇറങ്ങി നീ ആദ്യത്തെ ആ റൂമിൽ പോയി താമസിച്ചാൽ കേട്ടോ. ഇറങ്ങി വൃത്തിയില്ല. അപ്പൊ നമ്മുടെ 5 സ്റ്റാർ ജീവിതം ഇവിടെ അവസാനിച്ച് നമ്മൾ ഇനി 7 സ്റ്റാറിലേക്ക്, സ്വന്തം നമ്മുടെ വീട്ടിലേക്ക്. അതാണ് സ്വർഗം. അതൊക്കെ അൺലിമിറ്റഡ് സ്റ്റാറാണ്. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഒന്നിനെ താത്തിയോ ഒന്നിനെ പൊക്കിയോ അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് എന്റർടൈൻമെന്റ് പർപ്പസ് ആൻഡ് എന്താ പറയുക, ഒരു എക്സ്പെരിമെന്റൽ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുക. അപ്പം ഈ ഒരു ഇത്രയും പ്രൈസ് കൊടുക്കുന്നത് കൊണ്ട് ഇവിടെ അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. അവിടെ പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് ഹൈജീൻ മാത്രം, ക്ലീൻ ഒട്ടും അല്ല. ബട്ട് ആ പ്രൈസിന് ആ ഫെസിലിറ്റീസ് ഓക്കെ ആണ്. ബട്ട് അവിടെ ഹൈജീൻ അല്ല, അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പം ഈ ഒറ്റ വീഡിയോയിൽ ഇത് രണ്ടുമായിട്ട് കാണിക്കുമ്പം അതൊരു വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും. സോ ഇതുപോലെയുള്ള വെറൈറ്റി ചലഞ്ചുകളുമായിട്ട് നമ്മൾ ഇനിയും വരാം. അപ്പം ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ അല്ലേ, ബൈ ബൈ. അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റെഡിയാണ്. മക്കളെ ഒന്ന് വേഗം നടന്നേ. വീട്ടിൽ ചെന്നിട്ട് വേണം വീണ്ടും എല്ലാം ഒന്നേന്ന് തുടങ്ങാൻ.